السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، نحمده تعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومساوئ أعمالنا، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله وصفيه من خلقه وخليله، صلى الله وسلم وبارك وزاد عليه وعلى آله وصحبه وأتباعه وأعوانه فمن نحى نحوهم وسلك مسالكهم ودعا بدعوتهم بإحسان إلى يوم الدين. أما بعد، قال الله تعالى وهو يخاطب حبيبه صلى الله عليه وسلم في كتابه المنير: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، وإنك لعلى خلق عظيم. صدق الله مولانا العلي العظيم. وقال حبيبنا محمد صلى الله عليه وسلم وهو واصف النفس: إنما بعثت لأتمم مكارم الأخلاق. وصدق رسوله الكريم صلى الله عليه وسلم. صلى الإله على ابن آمنة التي جاءت به سمح اليدين كريما. صلى الإله على ابن آمنة التي جاءت به سمح اليدين كريما. لا كان جبارا ولا متكبرا، بل كان برا بالعباد رحيما. لا كان جبارا ولا متكبرا، بل كان برا بالعباد رحيما. يا أيها الراجون منه شفاعة، صلوا عليه وسلموا تسليما. صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. दुश्मन से न बदला लिया हजरत ने कभी भी, दुश्मन से न बदला लिया, दुश्मन से न बदला लिया हजरत ने कभी भी, गर मारा भी तो अखलाक के तलवार से मारा. സ്വർഗത്തിൽ നിന്നും മമാഹൃത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, ബന്ധുര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേവുന്നു മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയും ആശംസയും, താവക പുണ്യസ്മരണകളെന്നുള്ളിൽ തൂവട്ട ശാന്തി തൻ തേനും വെളിച്ചവും, താവക പുണ്യസ്മരണകളെന്നുള്ളിൽ തൂവട്ട ശാന്തി തൻ തേനും വെളിച്ചവും. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ ബഹുവന്യനായ ഉസ്താദ് നൂർ ഫൈസി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, അഭിവന്യരായ മറ്റ് അഡ്മിൻസ്, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രിയങ്കരായ പ്രേക്ഷകർ, പ്രവാചക സ്നേഹികളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി നമ്മുടെ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഹുബ്ബുൻ നബിയുടെ വിരുന്നിൽ, ഹുബ്ബുൻ നബിയുടെ അനുഗ്രഹീത സദ്യയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, എത്ര കഴിച്ചാലും മതിവരാത്ത, എത്ര ഉണ്ടാലും മതിവരാത്ത പ്രവാചക സ്നേഹമെന്ന മഹത്തായ ഈ അനുഗ്രഹീത സദ്യ, അതിൽ നിന്ന് അതിന്റെ മധുവും അതിന്റെ രസവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ശ്രദ്ധേയമായ ഒരു മുഖാമുഖ പരിപാടിയുടെ ലൈവ് പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിനീതരടക്കം നമ്മളെല്ലാവരും. മണിക്കൂറുകളോളമായി നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ആ ലൈവിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, ബഹുവന്യരായ നൂറുദ്ദീൻ തങ്ങളടക്കം അതിന്റെ പ്രവർത്തകന്മാരും, അതുപോലെ മുഖാമുഖം പരിപാടിയിൽ വേദിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന അഭിവന്യരായ ഗഫൂർ അൻവരി ഉസ്താദ്, മുസ്തഫ അഷ്റഫി കക്കൂപ്പടി ഉസ്താദ് തുടങ്ങിയുള്ള മുഴുവൻ പണ്ഡിതന്മാർക്കും അതിന് കളമൊരുക്കിയ സംഘാടകർക്കും എല്ലാ ഐശ്വര്യവും നന്മയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും, അതുപോലെ അവിടത്തെ മേൽ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ സാമ്പത്തിക ലക്ഷ്യം വെച്ചോ കാര്യലാഭങ്ങളുടെ സാധ്യതകൾക്കോ കാര്യലാഭങ്ങൾ സാധിച്ചെടുക്കുന്നതിനോ വേണ്ടി ചൂഷണം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഭാറുകളിൽ സുന്നി സമൂഹത്തിന്, ഇസ്ലാമിക സമൂഹത്തിന്, വിശ്വാസി സമൂഹത്തിനുള്ള വിശ്വാസം ചൂഷണം ചെയ്യാൻ വേണ്ടി, ഏത് കോമാളി വേഷവും കെട്ടാൻ വേണ്ടി ചില ആളുകൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നൂറുൻ അലാ നൂർ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ നാനാ
മുഖങ്ങളെ സ്പർശിക്കുന്ന, അതല്ലെങ്കിൽ എവിടെങ്ങളിലേക്ക് എത്തിനോട്ടമെങ്കിലും നടത്താനുള്ള ശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള സംരംഭങ്ങൾ ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആമുഖവും മുഖപുരവും ഒന്നും പറയാൻ നിൽക്കാതെ ഞാൻ നേരിട്ട് നമ്മുടെ ഇന്നത്തെ ഗഹനമായ വിഷയത്തിന്റെ ഒരു ഭാഗം ബർക്കത്തിനു വേണ്ടി സ്പർശിക്കുന്നതിലേക്ക് കടന്നു ചെല്ലുകയാണ്. ബഹുന്നരായ നൂർഫൈസി ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ തന്നെ 9:20 1.5 മണിക്കൂറാണ് സാധാരണ പരിപാടി എന്നൊക്കെ ഉസ്താദ് എന്നെ ഉദ്ദേശിച്ച് തന്നെ കനത്തിൽ തന്നെ പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷേ ഉസ്താദിനോടും ബഹുന്യരായ പ്രേക്ഷകരോടും ഞാൻ ഒന്നും അഭിയോഗിക്കുന്നത് 10:30 മണിക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം ഓടിയെത്തേണ്ട ഒരു സ്ഥലത്ത് എനിക്കൊരു പ്രോഗ്രാമുണ്ട്. അതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ്, പ്രവാചക പ്രകീർത്തന സദസ്സാണ്. മൗലിദും അതുപോലെ പ്രവാചക പ്രകീർത്തന പ്രഭാഷണവും ഒക്കെ നിർവഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരിപാടി ആയതുകൊണ്ട് അവർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അർജന്റ് ആകുന്നുണ്ട്, സമയം വൈകുന്നുണ്ട്. UAE ടൈമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ UAE ടൈമാണ്, ദുബായിൽ നിന്നാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ ഒരു തബറുക്കിന് വേണ്ടി നമ്മുടെ പരിപാടി ഒന്നും മുടങ്ങരുതല്ലോ. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധേയമായ ലൈവ് പ്രോഗ്രാം നാട്ടിൽ നിന്ന് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കെ ആയിട്ട് പോലും നൂർ ഫൈസി ഉസ്താദ് നമ്മുടെ ഈ നൂറുൻ അലാ നൂർ എന്ന പരിപാടിയിൽ തന്നെ അതിലൊരു ഭംഗം വരരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഈ പ്രോഗ്രാം തന്നെ ഇപ്പോൾ ഇവിടെ നിശ്ചയിച്ചതുപോലെ നടത്തുന്നത്. അതിലൊരു ഭംഗം വരാത്ത വിധം ഏതായാലും 10 മണിയുടെ ഉള്ളിലായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിച്ചുകൊണ്ട് എനിക്ക് ആ പ്രോഗ്രാമിന് പോകേണ്ടതുള്ളത് കൊണ്ട് ആരും ഒരു വിധത്തിലുള്ള അലോഗ്യവും പ്രയാസവും തോന്നരുത് എന്ന് ഞാൻ സ്നേഹാദര പുരസ്സരം നിങ്ങളോട് ആവശ്യപ്പെടുക. കൂടുതൽ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സ്പീഡിൽ പറയണം. കുറച്ച് കാര്യങ്ങൾ ഉള്ള സമയത്തിനകം ലേശം ധൃതിയിൽ പറയാന്നുള്ള ഒരു നയത്തിലാണ്. എന്നാലും സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എത്ര തന്നെ പറഞ്ഞാൽ തീരാത്ത ഒരു മഹാത്മ്യങ്ങളുടെ മഹാസാഗരമാണല്ലോ അവിടെ നിന്ന്. പറഞ്ഞു തീർക്കുക നമ്മുടെ ലക്ഷ്യമല്ല. ആ ലക്ഷ്യം വെച്ചിട്ട് കാര്യവുമില്ല. മഹാനായ ബുസൈരി ഇമാം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബുർദയിൽ പറഞ്ഞ പോലെ വൈന്ന ഫضل റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻഹു നാതിഖുൻ ബിഫമി എന്നാണല്ലോ. പറഞ്ഞു തീർക്കാൻ സാധ്യമാവാത്ത എത്ര വിശാലമാണ്, സമഗ്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യങ്ങൾ. അവിടുത്തെ സ്വഭാവ മഹാത്മ്യം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് ഉള്ള ആധാരം, ചർച്ചാ വിഷയം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹാത്മ്യത്തിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് നൽകിയത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കൊച്ചുകാലത്തെ നമ്മൾ കേട്ടുവരുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ആയത്തുകളിൽ ഒന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിതങ്ങളോട് അല്ലാഹു പറയാ വഇന്നക, നിശ്ചയമായും നബിതങ്ങളെ അങ്ങ്, വഇന്നക തീർച്ചയായും അങ്ങ്, ലഅലാ ഖുലുഖിൻ അദീം വളരെ മഹത്തായ ഒരു സ്വഭാവത്തിന്റെ മേലിലാണ് എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ അങ്ങയുടെ സ്വഭാവം വളരെ വിശിഷ്ടമാണ്. വളരെ വിശിഷ്ടമായൊരു സ്വഭാവം തന്നെയാണ് അങ്ങയുടേത് എന്ന് അറബി ഭാഷയിൽ പ്രയോഗിക്കപ്പെടാവുന്ന തഅ്കീദിന്റെ വിഭിന്ന പ്രത്യയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ആശയത്തിന് എല്ലാവിധ ഊന്നലും നൽകി അള്ളാഹു വളരെ ശക്തമായിട്ട് തന്നെ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹാത്മ്യത്തിന് ഇതിലപ്പുറം വലിയ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെക്കാൾ വലിയ നിസ്കാരം നിസ്കരിച്ചവരില്ല. അവിടത്തെക്കാൾ വലിയ തഖ്വയുള്ളവർ ആരുമില്ല. നിസ്കാരമാവട്ടെ ഹജ്ജാവട്ടെ എണ്ണത്തിന്റെ കാര്യത്തിലല്ല, അതിന് അക്മലായ രൂപത്തിൽ നിർവഹിക്കുക എന്ന വിഷയത്തിൽ നിസ്കാരമാവട്ടെ ഹജ്ജാവട്ടെ ഉംറയാവട്ടെ സക്കാത്താവട്ടെ ഏതേതു കർമ്മങ്ങൾ നോക്കിയാലും വഇന്നീ ലാ തഖാകും ലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ പോലെ അള്ളാഹു സൃഷ്ടിച്ച അടിമകളിൽ അള്ളാഹു തആലാക്ക് ഏറ്റവും അക്മലായ രൂപത്തിൽ, മനുഷ്യസാധ്യമായതിന്റെ ഏറ്റവും അക്മലായ രൂപത്തിൽ അത് നിർവഹിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയത്തിലും ഏത് ഇബാദത്തിലും. പക്ഷേ കൗതുകകരമായൊരു കാര്യം, ഖുർആൻ ഒരിടത്തും അല്ലാഹു തആല നബിതങ്ങളോട് ഇങ്ങനെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. നബിതങ്ങളെ അങ്ങയുടെ നിസ്കാരം ഭയങ്കര കേട്ടോ, അങ്ങ് വലിയ നിസ്കാരക്കാരനാണ് കേട്ടോ എന്ന് നേർക്കുനേർ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. നബിയെ അങ്ങയുടെ ഹജ്ജ് വളരെ പെർഫെക്റ്റ് ആണ് കേട്ടോ, അങ്ങയുടെ ഇന്ന കർമ്മം അത് വളരെ മഹത്തരമായിട്ടുണ്ട് കേട്ടോ എന്ന് ഒരു അമലിനെ കുറിച്ച് പ്രത്യേകം, നിസ്കാരത്തെ പറ്റിയോ നോമ്പിനെ പറ്റിയോ സക്കാത്തിനെ പറ്റിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നല്ല രൂപത്തിൽ നോമ്പെടുത്തവരോ പൂർണ്ണാർത്ഥത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്തവരോ ആയിട്ട് ആരുമില്ല, ഉണ്ടാകാൻ പോവില്ല. പക്ഷേ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായി എടുത്തു പറയാൻ അല്ലാഹു തആല പ്രത്യേകം താല്പര്യമെടുത്ത പറഞ്ഞ ഒരു വിഷയം എന്താ? അത് ഖുലുഖാണ്, നബി തങ്ങളുടെ സ്വഭാവമാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബി തങ്ങളെ അങ്ങ് വളരെ ഉജ്ജ്വലമായ വളരെ വിശിഷ്ടമായ സ്വഭാവത്തിന്റെ മുകളിലാണ്. എന്താണ്, ആരാണ് ഇസുകുന്നൻ എന്ന് പറഞ്ഞ സഹോദരൻ? ഒന്ന് സംയമനം പാലിക്കണം പ്രിയങ്കരനായ സഹോദരൻ. നിങ്ങൾ എന്താ ഈ കമറുലുലമാന്നൊക്കെ, നിങ്ങൾ അത്യാവശ്യം എന്തെങ്കിലും അറിയാം, എന്ത് കമർ എന്നുള്ള പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ?
അതെ, നിങ്ങൾ ഏതാണ് എനിക്ക് മനസ്സിലായില്ലോ, ഏതർത്ഥത്തിലാണ് പറഞ്ഞത്, വിട്. അപ്പൊ പിന്നെ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മളിപ്പോ തൽക്കാലം ഈ വിഷയത്തിലേക്ക് പോവാം. നമ്മൾ ഈ പറയുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധ ചെലുത്ത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവാണ് സ്ക്രീനിലേക്ക് നോക്കുമ്പോഴേ. അപ്പൊ ഞാൻ തിരിച്ചു വരാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹാത്മ്യമാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിന്റെ വിവിധ വശങ്ങൾ അത് നമ്മുടെ ശമായിൽ തിർമുദി തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ശമായിലിന്റെ ഒരു ഭാഗം ഇവിടെ നമ്മുടെ നൂറുൻ അലാ നൂറിൽ തന്നെ പറയപ്പെട്ടു എന്നാണ് എന്റെ അറിവ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഹപ്രകൃതിയും അവിടുത്തെ സ്വഭാവവും അവിടുത്തെ മുടി എത്ര ഉണ്ടായിരുന്നു, അത് 6 കൊല്ലം വെട്ടാത്ത ഒരു മുടിയനെ പോലെ ആയിരുന്നോ എന്ന തുടങ്ങിയുള്ള ചില വിഷയങ്ങളിലേക്കൊക്കെയുള്ള സൂചനകൾ നൽകുന്ന വിധത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഹപ്രകൃതിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ആണ് ശമായിലുൻ നബിയിൽ കേട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പരിപാടിയും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മുടെ വിഷയം ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ സ്വഭാവ മഹാത്മ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന വാക്ക്. ഞാനൊരു പ്രസംഗത്തിന്റെ രൂപത്തിലല്ല കേട്ടോ, എന്റെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇതൊരു വേദിയിൽ, ഒരു സദസ്സിൽ, ഒരു സമ്മേളനത്തിൽ ചെയ്യുന്ന പ്രസംഗമല്ല. നിങ്ങൾക്കറിയുന്ന പോലെ റൂമിനകത്ത് ലാപ്ടോപ്പ് തുറന്നു വെച്ച് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് ഞാൻ ആ ക്ലാസിന്റെ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ചില സുപ്രധാന വിഷയങ്ങൾ ലഭ്യമായ സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പെട്ടെന്നങ്ങനെ പറഞ്ഞു പോവാം. അതുകൊണ്ട് ഒരു പ്രസംഗത്തെ പോലെ അതിന്റെ ശൈലിയൊക്കെ പ്രതീക്ഷിച്ച് നീട്ടിയും കുറുക്കിയും വലിച്ചും ഒന്നും പറയുന്നില്ല ഞാൻ. അതെല്ലാവരും ഒന്ന് ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞങ്ങനെ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയലാണ് നമ്മുടെ ലക്ഷ്യം. മാത്രമല്ല അവിടുത്തെ സ്വഭാവ മഹാത്മ്യങ്ങൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്റെ നഫ്സിനോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും മുഹബ്ബിൻ നബിയായ തങ്ങളോടുള്ള ഹുബ്ബ് വെക്കുന്നവരായ മുഅ്മിനീങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതൊക്കെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തണം നമ്മൾ. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ര വിശിഷ്ടമായ ഒരു സ്വഭാവത്തിന്റെ മേലിൽ അള്ളാഹു നമുക്ക് പറഞ്ഞയച്ചത്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിനെയും അന്ത്യനാളിനെയും വിശ്വസിക്കുന്നവർക്ക്, ഭയപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകരിൽ അത്യുത്തമമായ മാതൃകയുണ്ട്, ഉജ്ജ്വലമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറയുന്നത് എന്തിനാ? മാതൃക ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കാനല്ല, ആ മാതൃക പിൻപറ്റാനാണ്. അള്ളാഹുവിന്റെ റസൂലിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതവിടുത്തെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പ്രയാസഘട്ടത്തിലും അതുപോലെ സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും, ജീവിതത്തിന്റെ വെയിലത്തും ജീവിതത്തിന്റെ മഴയത്തും ജീവിതത്തിന്റെ നിലാവിലും നിലാവിലും എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ നിമ്നോന്നതങ്ങളിൽ, അപ്സ് ആൻഡ് ഡൗൺസിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിത ചരിത്രം നമ്മൾ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് ഘട്ടത്തിലും അവിടുന്ന് ഉജ്ജ്വലമായ മാതൃകയാണ്. ദേഷ്യം പിടിച്ചപ്പോഴും സന്തോഷം തോന്നിയപ്പോഴും, ദുരിതങ്ങൾ ഉണ്ടായപ്പോഴും, ദുരന്തങ്ങൾ വേട്ടയാടിയപ്പോഴും, ശക്തിമാനായി ഒരു രാജ്യം കീഴടങ്ങുമ്പോഴും, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോഴും, ജേതാവായി വരുമ്പോഴും, വ്രണിത വികാരനായി നാട് ഇറങ്ങി പോകുമ്പോഴും, എല്ലായിടത്തും അള്ളാഹുവിന്റെ ഹബീബ് ഉജ്ജ്വലമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ മഹാത്മ്യമാണ്. സ്വഭാവങ്ങളുടെ വസന്തകാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതം മുഴുക്കയും. അത് നുബുവത്ത് കിട്ടിയ 40 വയസ്സ് മുതൽ വഫാത്ത് നടക്കുന്ന 63ാമത്തെ വയസ്സ് വരെ എന്ന് മാത്രമല്ല, അവിടുത്തെ ജന്മ നിമിഷം തൊട്ട് അവിടുത്തെ വഫാത്ത് വരെയുള്ള ആ സംഭവബഹുലമായ ജീവിതകാലം മുഴുവനും അത്യുത്തമമായ സ്വഭാവ മഹാത്മ്യങ്ങളുടെ വിളനിലമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി തന്നെ വിശേഷിപ്പിച്ചത് എങ്ങനെയാ? അള്ളാഹുവിന്റെ റസൂൽ അവരെപ്പറ്റി, തങ്ങളെപ്പറ്റി തന്നെ ലോകത്തോട് പറഞ്ഞത് എന്താ? ഞാൻ എന്തിനാ വന്നത്, എന്റെ നിയോഗ ലക്ഷ്യം എന്താ? ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ ഒരു റുഇയ, നമ്മൾ സാധാരണ കാണാൻ റുഇയ, റിസാല, മിഷൻ. എന്ത് മിഷനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ച മിഷൻ, ദൗത്യം എന്താണ്? ഹദീസിൽ കാണാം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഇന്നമാ ബുഇസ്തു, ഞാൻ നിയുക്തനായത്, ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവ മഹാത്മ്യങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടിയ അത്യുത്തമമായ സ്വഭാവശീലങ്ങൾ, അത്യുത്തമമായ സ്വഭാവ മഹിമകൾ അത് സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന്, അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യാപകനായിട്ടാണ് ഞാൻ വന്നത് എന്നാണ് മറ്റൊരു ഹദീസിൽ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിന്റെ ഇത്രയും ഉജ്ജ്വലമായ ഒരു വിജയത്തിന്റെ തന്നെ നിദാനം, അതിന്റെ അടിസ്ഥാന കാരണം ഖുർആൻ പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ അറബികളെ അക്കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ നിയുക്തരാകുന്ന സമയത്തുള്ള അറബികളുടെ സ്വഭാവം വളരെ എന്താ പറയാ, അവരുടെ മനസ്സുകൾ വളരെ ക്രൂരമായിരുന്നു. ആ ക്രൂരമായിരുന്ന കാട്ടാള മുഠാള വർഗത്തെ അള്ളാഹുവിന്റെ ഹബീബ് സംസ്കാരത്തിന്റെ മൂശയിലിട്ട് സ്ഫുടം ചെയ്തെടുത്ത് അവരെ തങ്കത്തിളക്കത്തെ വെല്ലുന്ന പരിശുദ്ധിയുള്ളവരാക്കി മാറ്റിയെടുത്തത് എങ്ങനെയാണ്? ഒരു തീവ്രവാദിയോ ഒരു ഭീകരവാദിയോ ഒരു കടുത്ത ശൈലിയിൽ സംസാരിക്കുന്നവരോ ആയിരുന്നെങ്കിൽ അത്രയും വലിയ വിപ്ലവത്തിന് അള്ളാഹുവിന്റെ ഹബീബിന് സാധിക്കുമായിരുന്നോ? ഇല്ല. ഖുർആൻ പറയുന്നു അക്കാര്യം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദ്ദൂ മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും
സൂറത്ത് ആല ഇമ്രാൻ 159 ആയത്തിൽ അല്ലാഹു പറയാം, നബിതങ്ങളെ വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി, അങ്ങെങ്ങാനും ഒരു കടുത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ, വളരെ ക്രൂരമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റും അനുയായി വൃന്ദത്തെ ലഭിക്കുമായിരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്ക് ആളുകൾ നിങ്ങളുടെ സമീപത്തിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു, പിരിഞ്ഞു പോകുമായിരുന്നു. എന്തുകൊണ്ടങ്ങനെ പിരിഞ്ഞുപോയില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുയായികളെ കിട്ടി? ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുടങ്ങിയ അനുയായി വൃന്ദം, ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയ അനുയായി വൃന്ദം ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ ഇവിടുത്തെ അന്ത്യപ്രഭാഷണം കേൾക്കാൻ വേണ്ടി വരുമ്പോൾ 1,24,000-ഓളം 1.25 ലക്ഷത്തോളം വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ അനുയായി വൃന്ദമായി എന്നാണല്ലോ. ഒരുപാട് ആളുകൾ വഫാത്തായി പോയി അതിനിടയിൽ. അപ്പൊ ഇത്രയും വലിയ അനുയായി വൃന്ദത്തെ എങ്ങനെ സമ്പാദിക്കാൻ കഴിഞ്ഞു? നിങ്ങളെങ്ങാനും കടുത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക്, നിങ്ങളുടെ ചുറ്റിൽ നിന്നും ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു എന്നാ. പിന്നെ എങ്ങനെയാ ആളുകൾ തടിച്ചുകൂടിയത്? വന്നവരൊന്നും പിരിഞ്ഞു പോകാതെ നിന്നത്, വാളോങ്ങിയ ശത്രുക്കൾ പോലും വാള് താഴെയിട്ട് ഉറ്റമിത്രമായി മാറിയത് ഖുർആൻ പറയുന്നു അങ്ങയുടെ സ്വഭാവത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അള്ളാഹുവിന്റെ കരുണ കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, ലിൻത ലഹും, നബിതങ്ങളെ അങ്ങ് വളരെ ലയ്യനായി, അങ്ങ് വളരെ 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 മൃദുവായി, വളരെ 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 സ്നേഹമസൃണമായി അങ്ങ് അവരോട് പെരുമാറി. അങ്ങയുടെ ആ സ്നേഹസമ്പൂർണമായ പെരുമാറ്റത്തിന്റെ വശ്യതയിൽ അങ്ങ് അനുയായികളെ ലഭിച്ചു. ആളുകൾ അങ്ങയെ വെറുത്തില്ല. ഖുർആൻ പറയുന്നു. അല്ലാഹു തആല മറ്റു അമ്പിയാക്കളോടൊക്കെ പറയുന്നുണ്ട്. മറ്റു അമ്പിയാക്കളോടൊക്കെ അല്ലാഹു ദഅവത്തിന് വേണ്ടി അവരെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ കാണും ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ. ഉദാഹരണത്തിന് ഇവിടെ പറയാം, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാറൂൻ നബിയെയും അലൈഹിമസ്സലാം വഅലൈഹിമാ വഅലാ നബിയിന അഫ്ളലുസ് സ്വലവാത്തി വസ്സലാം, അല്ലാഹു തആല ഫിറഔന്റെ ഭാഗത്തേക്ക്, ഫിറഔന്റെ അടുത്തേക്ക് ദഅവത്തിന് പറഞ്ഞയക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഖുർആനിൽ അല്ലാഹു അനുസ്മരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. എന്താണ്? ഇദ്ഹബാ ഇലാ ഫിറഔന വഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ, നിങ്ങൾ ഇരുവരും ഫറോവയുടെ അടുക്കലേക്ക് ചെല്ലണം. ഇദ്ഹബാ ഇലാ ഫിറഔൻ, നിങ്ങൾ ഫറോവയുടെ അടുക്കലേക്ക് ഇപ്പൊ ചെല്ലണം. വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ അവരോട് വളരെ സ്നേഹപൂർണമായി ഉള്ള വർത്തമാനം നിങ്ങൾ അവരോട് പറയണം. അപ്പൊ ഫറോവയുടെ അടുക്കലേക്ക് പോകുമ്പോൾ ധിക്കാരികളിൽ ധിക്കാരിയാണ് ഫറോവ. ധിക്കാരത്തിന്റെ ആൾരൂപമാണ്, അഹങ്കാരത്തിന്റെ ആൾരൂപമാണ്. ആണ് റബ്ബുക്കുമുൽ അല അലൈസലി മുൽക്കു മിസ്ര തുടങ്ങിയുള്ള വാക്കുകളിലൂടെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ധാർഷ്ട്യത്തിന്റെ മൂർത്തിമൽ ഭാവത്തെ. അത്രയും വലിയ അഹങ്കാരത്തിന്റെ ഔദ്ധത്യത്തിന്റെ ആൾരൂപമായ ഫറോവയെക്കുറിച്ച്, ആ ഫറോവയിലേക്ക് ദഅവത്തിന് പോകുന്ന മൂസാ നബിയോട്, അതുപോലെ ഹാറൂൻ നബി അലൈഹി സ്വലാമിനോട് ഇവരോട് അല്ലാഹു പറയുന്നത് എന്താ? വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ നല്ല വർത്തമാനം പറയണം അവനോട്. അപ്പൊ അവരെ അല്ലാഹു തആല പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അല്ലാഹു പറയുന്നതോ വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നബിതങ്ങളെ അങ്ങ് അവരോട് അങ്ങേയറ്റത്തെ ലീൻ ഉള്ള സ്വഭാവത്തിന്റെ ഉടമയായി, അതുകൊണ്ട് തന്നെ അനുയായികളെ അങ്ങേക്ക് ലഭിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവിടുത്തെ ദഅവത്തിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഒന്നല്ല, നൂറല്ല, ആയിരമല്ല, എത്രയോ സംഭവങ്ങൾ സീറുൻ നബിയുടെ ഗ്രന്ഥങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയുന്നിടത്ത് കാണാൻ കഴിയും നമുക്ക്. അത് ഞാൻ പ്രത്യേകിച്ച് ഓരോന്നെടുത്ത് പറയേണ്ടതില്ല, നമുക്ക് തന്നെ ഒരുപാട് സംഭവങ്ങൾ അറിയാം. സയ്യിദ് ഇബ്നു സാന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജൂത നേതാവായിരുന്നു. ഒരു ഉദാഹരണം ഓർമ്മയിൽ വന്നതുകൊണ്ട് മാത്രം പറയാം. ഈ സയ്യിദ് ഇബ്നു സാന എന്ന് പറയുന്ന മനുഷ്യൻ ജൂത നേതാവായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ പരുഷമായിട്ട് മാത്രം പെരുമാറാൻ ധൈര്യം കാണിച്ച, എന്ന് പറഞ്ഞാൽ അങ്ങനെ പെരുമാറിയ ഒരാളായിരുന്നു ആ മനുഷ്യൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബിമാർ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ അടക്കമുള്ള സഹാബിമാരുമായി ഇങ്ങനെ നടന്നു പോകുമ്പോൾ സയ്യിദ് ഇബ്നു സാന എന്ന് പറയുന്ന ഈ ജൂത നേതാവ് നബി തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെടുത്തുകൊണ്ട് വളരെ 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 കർക്കശമായ ഭാഷയിൽ അവൻ പറയണം. എന്നിട്ട് പറയാണ്, നീ വലിയ നീതിമാനാണല്ലോ, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം, അബ്ദുൽ മുത്തലിബും കൂട്ടരും വലിയ നീതിമാൻ, വലിയ ഉദാരമതികളാണെന്നൊക്കെയാണല്ലോ. എന്നാൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് തരാനുള്ളത് ഇങ്ങതാ, എനിക്ക് തരാനുള്ളത് എന്ന് പറയുമ്പോൾ തനിക്കെന്തോ കൊടുക്കാനുള്ള പോലെയാണ് ആ മനുഷ്യൻ. ഔദാര്യത്തിനു വേണ്ടി ആ മനുഷ്യൻ ചില കാര്യങ്ങളിൽ ഔദാര്യം ചോദിക്കുകയാണ്. പക്ഷെ ചോദിക്കുന്ന ശൈലി കേട്ടാൽ കടം കൊടുത്ത് തിരിച്ചു ചോദിക്കുന്ന ആ ഒരു ശക്തിയിലാണ് ചോദിക്കുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ കുടുംബക്കാര്, കുട്ടികളും മക്കളും ഒക്കെ വലിയ ഉദാരമതികളെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. എനിക്കൊന്നും തരാത്തത്, അതുകൊണ്ട് എനിക്ക് എങ്ങെടുക്ക് എന്ന് പറഞ്ഞ് വളരെ പരുഷമായ ഭാഷയിൽ നബി തങ്ങളോട് പെരുമാറുമ്പോൾ സഹാബത്തിൽപ്പെട്ട ചിലർക്കത് രസിക്കൂല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്ന അനുയായി നമ്മത് സഹിക്കുമോ? അവർ വാളെടുക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടു, ഇവനെ ഒന്ന് നേരെയാക്കണം, അവനെ അച്ചടക്കം പഠിപ്പിക്കണം. അള്ളാഹുവിൻ ഹബീബിനോട് സംസാരിക്കേണ്ട ശൈലി ഇതാണോ? ഒരു ജൂതൻ ഇങ്ങനെ വന്ന് സംസാരിക്കുകയോ? നിന്റെ വാക്കുകൾ നിയന്ത്രിക്കണം, പെരുമാറ്റം നിയന്ത്രിക്കണം, ആരോടാണ് പെരുമാറുന്നത് എന്ന് ശ്രദ്ധിക്കണം എന്ന് സഹാബികളിൽപ്പെട്ട ചിലർ പറയുകയും
ശാരീരികമായിട്ട് തന്നെ സെയ്ദ് ബിൻ സാനെ നേരിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കി, സഹാബത്തിനെ വിലക്കിയിട്ട് സെയ്ദ് ബിൻ സാനയോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയ സഹോദര, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സെയ്ദ് ബിൻ സാന അപ്പോഴും പരുഷ ഭാഷ വിടാതെ പറഞ്ഞു, എനിക്ക് ഇന്നതും ഇതൊക്കെ വേണം. അള്ളാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വിളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതം. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സെയ്ദിനെ നിങ്ങൾ കൊണ്ടുപോകൂ, അദ്ദേഹം ചോദിച്ചതൊക്കെ കൊടുക്കൂ, പുറമെ അദ്ദേഹം ചോദിച്ചതൊക്കെ കൊടുക്കുന്നതിന് പുറമെ 20 സാഅ് തമ്ര് ആരക്ക അദ്ദേഹത്തിന് നിങ്ങൾ ഫ്രീ ആയിട്ട് വേറെയും കൊടുക്കൂ. മറ്റൊന്നും ഫ്രീ തന്നെയാണ്. അപ്പൊ ചോദിച്ചത് കൊടുക്കുന്നതിന് പുറമെ 20 സാഅ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ 20 സാഅ് തമ്ര് കൂടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അന്നത്തെ വലിയ മുതലാണ് ഈ തമ്ര് എന്നൊക്കെ പറഞ്ഞാൽ, മുതലാണത്, മാലാണ്, അതും കൂടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സെയ്ദ് ബിൻ സാന അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. കാരണം തൗറാത്തിൽ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട ഒരു പ്രവാചകന്റെ ലക്ഷണം പറയുന്നത് ഇങ്ങോട്ട് പരുഷമായി പെരുമാറുന്ന ശത്രുവിനോട് പോലും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്നവനായിരിക്കും അവസാനത്തെ നബി എന്ന. ഞാൻ ആ ലക്ഷണം മങ്ങിൽ കാണാൻ വേണ്ടിയാണ്, പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും പരുഷമായി പെരുമാറിയത്. എനിക്ക് ബോധ്യമായി നിങ്ങൾ നബിയുൻ ഹഖാൻ, നിങ്ങൾ ശരിയായ നബിയാണ്, നിങ്ങളിൽ എനിക്ക് ഇനി സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെയ്ദ് ബിൻ സാന അവിടെ ഇസ്ലാം മത വിശ്വാസിയായി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന ചരിത്രം മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിലും, അതുപോലെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഇസാബ എന്ന സഹാബത്തിനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥത്തിലും വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് മാത്രം പറഞ്ഞതാണ്. സുമാമത്ത് ബിൻ അസാൽ എന്ന് പറഞ്ഞ ഒരു മഹാന്റെ സംഭവം, അത് അല്ലാമ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിലുണ്ട് ആ സംഭവം. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് സുമാമത്ത് ബിൻ അസാൽ എന്ന് പറഞ്ഞത് അത് യമാമ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ വലിയ രാജാവാണ്, നേതാവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപവത്തിന്റെ 6-ാം കൊല്ലം പല നാട്ടുരാജാക്കന്മാർക്കും, കിസ്റ കൈസർ നാടുവാഴികളടക്കമുള്ള പല നാട്ടുരാജാക്കന്മാർക്കും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്തുകൊണ്ടുള്ള കത്തുകൾ എഴുതിയിരുന്നു. കൂട്ടത്തിൽ ഇപ്പറഞ്ഞ സുമാമത്ത് ബിൻ അസാൽ എന്ന് പറഞ്ഞ യമാമ പ്രദേശത്തിന്റെ നേതാവായ അവിടുത്തെ ഭരണാധികാരിയായ ഈ സുമാമ എന്നവർക്കും ലെറ്ററുകൾ എഴുതിയിരുന്നു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. സുമാമ അത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, വളരെ പുച്ഛത്തോടുകൂടിയ അവഗണിച്ചു ആ കത്തിനെ. മാത്രമല്ല ഇസ്ലാമിനോടുള്ള ശത്രുത തുറന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയുമുള്ള ആ മക്കക്കാരെ ഉപരോധിച്ച ആള് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരെയുള്ള നിലപാടുകൾ ആവർത്തിച്ചു. ചില സഹാബിമാരുടെയൊക്കെ മരണത്തിന് പോലും വധത്തിന് പോലും ഉള്ള കാരണം ഈ സുമാമയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണെന്ന ചരിത്രം പറയുന്നത്. ഏതായാലും മദീനയുടെ പരിസരങ്ങളിൽ എവിടെയോ റോന്തു ചുറ്റുകയായിരുന്ന ഈ സുമാമയെ, ഉംറക്ക് പോകുകയോ മറ്റോ ആയിരുന്ന സുമാമയെ സഹാബിമാർ ആദ്യം പിടിച്ചപ്പോൾ അവർക്ക് ആളെ മനസ്സിലായില്ല. ഇത് ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ യമാമ പ്രദേശത്തിന്റെ ചക്രവർത്തിയായ സുമാമയാണ് എന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. ഇന്നത്തെ ഇതുപോലെ ടിവിയിലും പത്രത്തിലും ചക്രവർത്തിമാരുടെ ഫോട്ടോ, രാഷ്ട്രീയ നേതാക്കളുടെ ഭരണാധികാരികളുടെ ഫോട്ടോ കാണാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്തോ അവർക്ക് ആദ്യം അവരെ കണ്ട ആൾക്ക് മനസ്സിലായില്ലെങ്കിലും സംശയകരമായൊരു സാഹചര്യത്തിലായതുകൊണ്ട് ഈ പറഞ്ഞ സുമാമത്ത് ബിൻ അസാൽ എന്ന് പറഞ്ഞ നേതാവിനെ പിടിച്ചു കെട്ടിയിട്ട് അവരെന്തോന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇത് യമാമയുടെ നേതാവാണ്, ചക്രവർത്തിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്നേഹസമ്പന്നനായി, വളരെ സ്നേഹത്തോടെ, വളരെ ആചാരമര്യാദകളോടെ, ആതിഥ്യമര്യാദയോടുകൂടി സുമാമയെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 നാൾ രാജകീയമായ ആതിഥ്യമാണ് അരുളുന്നത്. ഒന്നും പ്രോട്ടോക്കോളുകളൊന്നും എഴുതപ്പെടാത്ത കാലഘട്ടത്തിൽ എല്ലാ പ്രോട്ടോക്കോളുകൾക്കും അതീതമായ സ്നേഹാദരവുകളും ആതിഥ്യമര്യാദകളും കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആരംഭ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുകരങ്ങൾ കൊണ്ട് അവിടുത്തെ ഒട്ടകത്തെ കറന്ന് അതിൽ നിന്ന് പാല് കറന്നെടുത്തുകൊണ്ട് സുമാമക്ക് കുടിക്കാൻ കൊടുത്തു എന്ന് ആരാധിക്കുക. ഇസ്ലാമിക് യൂണിയന്റെ പ്രസിഡന്റാണ്, ദ ഫൗണ്ടർ ഓഫ് 20 terrestrial empires ആൻഡ് ദ ലീഡർ ഓഫ് only one spiritual empire എന്ന് ലാമാർട്ടിനും മറ്റും പറഞ്ഞ 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഇറഫ്യൂട്ടബിൾ അതോറിറ്റിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനിഷേധ്യ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഒട്ടകത്തെ സ്വയം കൈകൾ കൊണ്ട് കറന്നെടുത്ത് അതിൽ നിന്ന് പാലെടുത്ത് ഈ പറഞ്ഞ നേതാവിന് കുടിക്കാൻ കൊടുത്തു. 3 ദിവസം രാജകീയമായ സൽക്കാരം കൊടുത്തു. ചോദിച്ചിൽ ഒരിക്കൽ പോലും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കാമായിരുന്നെങ്കിൽ അപ്പോൾ ചേർക്കാമായിരുന്നു. അനുയായ വൃന്ദത്തോടുകൂടിയല്ല സുമാമ അപ്പ വന്നത്, ഏകാഗിയായി ഒറ്റയ്ക്ക് അത് മധ്യസ്ഥനായി കൊണ്ടുവന്ന സുമാമ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നതോ സഹാബത്തിന്റെ മധ്യേ. അല്ലാഹുവിന്റെ റസൂലിന് വേണമെങ്കിൽ ഒന്ന് കൈഞ്ഞൊടിഞ്ഞാൽ സുമാമയുടെ കഥ കഴിക്കാമായിരുന്നു, നിർബന്ധിച്ച് ഇസ്ലാമിൽ ചേർക്കാമായിരുന്നു. ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, നല്ല സൽക്കാരം, നല്ല വിരുന്ന് എല്ലാം കൊടുത്തു, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അത് വാക്കുകളെക്കാൾ കൂടുതൽ വാക്കുകളിലൂടെ എന്നതിനേക്കാൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ വിധങ്ങളുടെ സഹാബത്തിന്റെ പെരുമാറ്റം, പ്രവർത്തനം സുമാമക്ക് നല്ല അവസരമായി. 3 നാൾ കഴിഞ്ഞപ്പോൾ സുമാമയുടെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹോദര, നിങ്ങൾക്കിനി വേണമെങ്കിൽ സ്വതന്ത്രനായി നിങ്ങൾ വന്ന ഇടത്തേക്ക് തന്നെ പോകാം, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് പോകാം. അത്ഭുതപ്പെട്ടു സുമാമ.
തന്നെ വധിച്ചു കളയാൻ പോന്ന ശക്തിയും അതിനുവേണ്ട സംവിധാനങ്ങളുമുള്ള ഒരു സ്ഥലത്ത് എന്നെ കിട്ടിയിട്ട് ബന്ധനസ്ഥനാക്കി എന്നെ കിട്ടിയിട്ട് എന്നെ ചെങ്ങലകൾ അഴിച്ചുവിട്ടു എന്ന് മാത്രമല്ല 3 ദിവസത്തെ രാജകീയ സദ്യ തന്നിട്ട് സൽക്കാരം തന്നിട്ട് എന്നോട് പോകാൻ വേണ്ടി പറയാം. അദ്ദേഹം എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ സുമാമ എന്തു പറ്റിയ മനുഷ്യൻ, ഇങ്ങനെയൊക്കെ ഇസ്ലാമിനെ കണ്ടിട്ടും അദ്ദേഹം എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നില്ല എന്നൊക്കെ ചിന്തിച്ചവരുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ആരെയും ഒന്നിനും നിർബന്ധിക്കാതെ സുമാമയെ തുറന്നു വിട്ടു. സുമാമ എന്ന് പറഞ്ഞ മനുഷ്യൻ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു ദൂരം പോയി മദീനക്കാരുടെ ഈത്തപ്പനത്തോട്ടത്തിന്റെ പരിസരങ്ങളിലൂടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മാറ്റത്തിന്റെ ആന്തോളനം, അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു മാറ്റത്തിന്റെ മാറ്റൊലികൾ ഉയരുക. അദ്ദേഹത്തിന്റെ മനസ്സ് പറയാൻ തുടങ്ങി, ഇത് ശരിയല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. ഇത്രയും വലിയ സ്നേഹസമ്പന്നനായ ഒരു നേതാവിന്റെ 3 ദിവസത്തെ ആതിഥ്യം മാത്രമല്ല, 3 ദിവസത്തെ അവരും അനുയായികളുമൊത്തുള്ള ജീവിതം, ഇതെല്ലാം കണ്ട എനിക്ക് കാര്യങ്ങൾ ബോധ്യമായല്ലോ. ഇനി എന്തിനു ഞാൻ ഇതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കണം? എന്റെ മർക്കട മുഷ്ടി അവസാനിപ്പിച്ചുകൊണ്ട്, ധിക്കാരമനോഭാവം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ തിരു നേതാവിന്റെ, ഈ തിരു ഹബീബിന്റെ സാന്നിധ്യത്തിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ടല്ലോ എന്ന ഒരു ഉൾവിളി ഏറ്റുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരിക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക്. അവിടെ അദ്ദേഹത്തിന്റെ ഇസ്ലാം പ്രഖ്യാപിക്കുക. സുമാമ ബിൻ അസാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുക. നിർബന്ധിച്ച് ചെവിക്കുന്ന് പിടിച്ചല്ല. W.S. ട്രിറ്റൺ എന്ന് പറഞ്ഞ ഒരു ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ, ഒരു ഓറിയന്റലിസ്റ്റ് എഴുത്തുകാരൻ ഒരുപാട് കാലം പറഞ്ഞതും എഴുതിയതും ഒക്കെ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരുപാട് ഇസ്ലാമിനെ പഠിച്ചപ്പോൾ അദ്ദേഹം ആ ധാരണ തിരുത്തിയിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ദ പിക്ചർ ഓഫ് എ മുസ്ലിം സോൾജിയർ അഡ്വാൻസിംഗ് ഹോളി ഖുർആൻ ഇൻ വൺ ഹാൻഡ് ആൻഡ് ദി സോൾ ഇൻ ദി അതർ ഈസ് ക്വയറ്റ് ഫാൾസ് ആൻഡ് ഫാബ്രിക്കേറ്റഡ്. ഒരു കയ്യിൽ ഖുർആനും മറുകൈയിൽ വാളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രചാരണം നടന്നത് എന്ന ധാരണ മിഥ്യാധാരണയാണ്. ശരിയല്ല, അബദ്ധജടിലമാണ്, അടിസ്ഥാനം ഇല്ലാത്ത അസംബന്ധമാണത്. ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ടല്ല പ്രചരിച്ചത്, അതിന്റെ സ്വഭാവ മഹാത്മ്യത്തിലൂടെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഖലീഫമാരുടെ കാലഘട്ടത്തും നമ്മുടെ കൊച്ചു കേരളക്കരയിൽ ഇസ്ലാമിന് കൊണ്ടുവന്ന മഹാന്മാരായ ഇസ്ലാമിന്റെ ദാഇമാരുടെ ചരിത്രങ്ങളിലും നമ്മളതാ കാണുന്നത്. അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങളിലൂടെ, അതിന്റെ സമത്വ സിദ്ധാന്തത്തിലൂടെ, അതിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിലൂടെ അങ്ങനെയാണ് ഇസ്ലാമും ഖുർആനും ഇവിടെയും പ്രചരിച്ചത്. നബിതങ്ങളുടെ നന്മ മുഴുവനും ഖുർആന്റെ നന്മയാണ്. വകാന ഖുലുഖുൽ ഖുർആൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സർട്ടിഫൈ ചെയ്യുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹാത്മ്യത്തിന് ഇങ്ങനെ ഒരുപാട് തെളിവുകൾ കാണാൻ കഴിയും. ഈ സുമാമ പിന്നീട് സുമാമ റളിയല്ലാഹു അൻഹുവാണ് ഇസ്ലാമിൽ വിശ്വാസിയായി, സഹാബിയായി. പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ പിന്നെയും അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാമത വിശ്വാസിയായ ശേഷം പിന്നീട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് മക്കയിലെ ഖുറൈശികളെയും മറ്റും നിങ്ങൾ പ്രകോപിപ്പിക്കാത്ത വിധത്തിൽ നിങ്ങൾ ഇസ്ലാം വിശ്വാസിയായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അവർ അറിയിക്കണ്ട എന്നുള്ള ഉപദേശവും കൊടുക്കുന്നുണ്ട്. പക്ഷേ മക്കയിലെ ഖുറൈശികളെ കണ്ടപ്പോൾ സുമാമ റളിയല്ലാഹു അൻഹുവിന് തന്റെ വിശ്വാസം അത് മറച്ചു വെക്കാനും ഒതുക്കി വെക്കാനും കഴിഞ്ഞില്ല. അദ്ദേഹം പ്രഖ്യാപിച്ചു മക്കക്കാരോട്, മക്ക ഖുറൈശികളെ, ഞാനിതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി മാറിയിട്ടുണ്ട്, ഞാനിതാ ഇസ്ലാമിൽ കടന്നു വന്നിട്ടുണ്ട്. ഇത് കേട്ടപാട് അദ്ദേഹത്തെ അടിക്കാനും തൊഴിക്കാനും അദ്ദേഹത്തെ വിഷമിപ്പിക്കാനും അദ്ദേഹത്തിന് ചീത്ത വിളികൾ കൊണ്ട് അഭിഷേകം ചെയ്യാനും മറ്റുമൊക്കെയാണ് മക്കയിലെ ഖുറൈശികൾ ഒരുപെട്ടത്. ഒരുവിധം മുസ്ലിമീങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അദ്ദേഹം പറഞ്ഞു മക്കക്കാരോട്, പോകുന്ന വേളയിൽ ഞാൻ എന്റെ നാട്ടിലെത്തിട്ട് നിങ്ങൾ മക്ക ഖുറൈശികളെ ഞാനൊരു പാഠം പഠിപ്പിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഖുറൈശികളെ സുമാമ റളിയല്ലാഹു അൻഹു ഇവരോട് മക്കക്കാരോട് പോലെ ഞാനൊരു പാഠം പഠിപ്പിക്കും നിങ്ങളെ. അദ്ദേഹം നാട്ടിലെത്തിയപാട് ചെയ്തതെന്താണെന്നറിയോ? മക്കക്കാർക്കെതിരെ അദ്ദേഹം ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പാടാക്കി. എന്ന് പറഞ്ഞാൽ അന്ന് മക്കയിലേക്ക് ഈ ധാന്യമണികളൊക്കെ, ഗോതമ്പടക്കം ധാന്യമണികൾ, മക്കയിലെ ജീവിതം പിഴച്ചു പോകാൻ എന്ന് പറഞ്ഞാൽ മക്കക്കാരുടെ ജീവിതം കഴിഞ്ഞു പോകാനുള്ള ധാന്യമണികൾ അത് എത്തിയിരുന്നത് ഈ യമാമ പ്രദേശത്തിൽ നിന്നൊക്കെയായിരുന്നു അത്രേ. സുമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിൽ നിന്ന്, ഭരണത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മക്കക്കാർ തന്നെ അധിക്ഷേപിച്ചതിന്, ഇസ്ലാമിനോട് വൈരം പുലർത്തുന്നതിന് അദ്ദേഹം ചെയ്തത് എന്താ? അങ്ങോട്ട് ഉപരോധം ഏർപ്പാടാക്കി. മക്കയിലേക്കുള്ള ധാന്യത്തിന്റെ ഒഴുക്ക് നിർത്തി. ദിവസങ്ങൾ ആഴ്ചകളായപ്പോഴേക്ക് മക്കയിൽ പട്ടിണി, മക്കക്കാർക്ക് ധാന്യങ്ങൾ കിട്ടുന്നില്ല, മക്കക്കാർ പട്ടിണിയായി തുടങ്ങി. അപ്പോഴാണ് അബൂജഹലിനെ പോലെയുള്ളവർ ഇത് ഒരു അവസരമാക്കി തുറന്നെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അവർ ദുഷ്പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി. മുഹമ്മദ് അവനിൽ വിശ്വസിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ചില ആളുകളെ കൊണ്ട് മക്കക്കാരെ ഉപരോധിച്ച് കൊല്ലാൻ നോക്കുക, വലിയ സ്നേഹത്തിന്റെ ആളാന്ന് പറയുന്ന മുഹമ്മദ് ഇപ്പോ മക്കക്കാരെ ഉപരോധിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരം അറിയുന്നത്, ഈ സുമാമ റളിയല്ലാഹു അൻഹു ഉപരോധം ഏർപ്പാടാക്കിയിട്ട് മക്കയിൽ പട്ടിണിയായിട്ടുണ്ട് എന്ന്. ആ വിവരം അറിഞ്ഞ പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയുമായി ബന്ധപ്പെട്ട് റളിയല്ലാഹു അൻഹു, നിങ്ങളിത് ചെയ്യരുത്, മക്കക്കാർ അവർ ധാരാളം പാവങ്ങളുണ്ട് അവിടെ, ഒരുപാട് പെണ്ണുങ്ങളും ഒരുപാട് അബലരും ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മക്കയിലെ ജനങ്ങളെ ഉപരോധിച്ചുകൊണ്ട് അവരെ വിഷമത്തിലാക്കരുത്. നിങ്ങൾ ആ ഉപരോധം പിൻവലിക്കണം. മക്കയിലേക്ക് പഴയതുപോലെയോ സാധ്യമാണെങ്കിൽ അതിനേക്കാൾ കൂടുതലുമോ ധാന്യങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കണം.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശത്തെ തുടർന്ന് സുമാമ റളിയല്ലാഹു അൻഹു ഉപരോധം അവസാനിപ്പിക്കുകയാണ്. മക്കയിലേക്ക് ധാന്യമണികൾ വീണ്ടും പറഞ്ഞയക്കുകയാണ്. മക്കയിൽ വീണ്ടും സമൃദ്ധിയും അതുപോലെ ആഹാര സമൃദ്ധിയും ഭക്ഷ്യ സുരക്ഷയും കൈവരികയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് ചെയ്യിക്കുന്നത്? അവസരം കിട്ടിയാൽ ശത്രുവിനെ ഒതുക്കാനുള്ള നീക്കങ്ങളല്ല ആ മഹാനായ നേതാവ് ചെയ്യുന്നത്. അവസരം കിട്ടുമ്പോൾ, ശക്തി ഉണ്ടാകുമ്പോൾ കിട്ടിയ തക്കം നോക്കി അവരെ നശിപ്പിക്കുകയല്ല, അവർക്ക് സ്നേഹം കൊടുക്കുകയാണ്. ഇത് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും. മക്കം ഫതഹിന്റെ വേളയിലെ ഒരു ചരിത്രം, ഞാൻ ആ സംഭവം ഓർക്കുമ്പോഴൊക്കെ ഓർത്തുപോവുക. മഹാനായ നമ്മുടെ മർഹൂം ശൈഖുന KT മാനൂർ മുസ്ലിയാർ അള്ളാഹു മഹാനവറുകളുടെ ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. കാരണം ആ ചരിത്രം നമ്മൾ മുമ്പും കിതാബുകളിലൊക്കെ കണ്ടതാണെങ്കിലും ആ ചരിത്രം വളരെ വശ്യതയാർന്ന ഭാഷാ സൗകുമാര്യതയോടെ മഹാനായ KT ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു നബിദിന പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അവരെ പറ്റി കൂടെ പറയുമ്പോൾ നല്ല ഒരു കാര്യമാണല്ലോ. മഹാനവറുകൾക്ക് അതുപോലെ നമ്മുടെ മൺമറഞ്ഞു പോയ നേതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാവട്ടെ എന്ന് ഞാനിപ്പോൾ സാന്ദർഭികമായി പ്രാർത്ഥിക്കുക. എന്റെ ഓർമ്മ തെറ്റല്ലെങ്കിൽ ശരിയാണെങ്കിൽ 2007 നമ്മുടെ ദാറുൻ നജാത്ത് അറബിക് കോളേജ് കമ്മിറ്റിയുടെ കീഴിൽ നടന്ന മീലാദ് ആഘോഷ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായി ക്ഷണിക്കപ്പെട്ടത് ഈ വിനീതനായിരുന്നു. അന്ന് സ്ഥാപനത്തിന്റെ സാരഥിയാണല്ലോ മഹാനായ KT ഉസ്താദ്. KT ഉസ്താദായിരുന്നു ഉദ്ഘാടകൻ എന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും ഉസ്താദിന്റെ പ്രഭാഷണം അന്ന് മുഖ്യ ഇനമാണ്. ഈ വിനീതൻ ആ യോഗത്തിന്റെ വിദിനാഘോഷത്തിൽ ആ നബിദിന മീലാദ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകൻ. അപ്പൊ KT ഉസ്താദിന്റെ വാക്കുകൾ വളരെ പണ്ട് തന്നെ KT ഉസ്താദും KV ഉസ്താദും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ആ ശൈലിക്ക് വല്ലാത്ത ഒരു ഭംഗിയാണ്. ആ ഭാഷക്കും ആ എന്താ പറയാ അധികമായി ഒരു വാക്കുപോലും അവരൊന്നും പ്രയോഗിക്കൂല. അത് മഹാനായ നാട്ടിക ഉസ്താദാവട്ടെ KT KV ഉസ്താദുമാരാവട്ടെ നവറല്ലാഹു മറാഖിദഹും വളരെ കൃത്യമായി അളന്നു മുറിച്ച വാക്കുകളാണ് എപ്പോഴും പ്രയോഗിക്കുക. അപ്പോ മാനൂർ ഉസ്താദിന്റെ KT ഉസ്താദിന്റെ ആ പ്രവാചക പ്രകീർത്തന പ്രഭാഷണം ശ്രമിച്ചത് ഇങ്ങനെ ഓർമ്മയുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞൊരു സംഭവം, അത് അവർ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് കേട്ട ശേഷം ഞാൻ എവിടെയൊക്കെ ആ സംഭവം ഓർമ്മ വരുമോ പറയോ അപ്പോഴൊക്കെ ഉസ്താദിന് ഓർത്തു പോകും. സംഭവം ഇതാണ്, ചുരുക്കി പറയാം. മക്കം ഫതഹിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണല്ലോ മക്കയിലേക്ക് തിരിച്ചു വരിക, ജേതാവായിട്ട് തിരിച്ചു വരിക. ഒരു കാലത്ത് അട്ടിയോടിക്കപ്പെട്ട മക്കയിലേക്ക് ജേതാവിനെ പോലെ തിരിച്ചു വരിക. ആ സമയത്ത് മക്കയിലെ ജനങ്ങളുടെ നാടിപിടിപ്പ് കൂടുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒന്ന് കൈയൊടിഞ്ഞാൽ മക്കയിലെ ഖുറൈശികളെ മുഴുവനും നശിപ്പിക്കാനുള്ള ശക്തിയും അതിനുള്ള എല്ലാവിധ ആയുധ ബലവും കയ്യിൽ സമ്പാദിച്ചുകൊണ്ടാണ് വരുന്നത്. എന്തും നടക്കാം. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം മദീനയിൽ എന്ന് പറഞ്ഞ സഅദ് ബിൻ ഉബാദ എന്ന് പറഞ്ഞ ഒരു സഹാബി അവിടെ അബൂ സുഫിയാൻ എന്നവരെ കാണുന്നത്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മക്കം ഫതഹിലാണല്ലോ മുസ്ലിം ആകുന്നത്. അപ്പോ ഈ പറയുന്ന സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളാണ്. അബൂ സുഫിയാനെ കണ്ടപാട് മദീനയിലെ പ്രമുഖ നേതാവായ സഅദ് ബിൻ ഉബാദ, അൻസാരി നേതാവായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു വല്ലാത്ത, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് അബൂ സുഫിയാൻ, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക വികാര തീഷ്ണതയിൽ അദ്ദേഹം അങ്ങ് പറഞ്ഞു, ഹാദാ യൗമുൽ മൽഹമ. മൽഹമ എന്ന് പറഞ്ഞാൽ ഇറച്ചിവെട്ട് നടത്തും, ലഹ്മ, ഇന്ന് ഇറച്ചിവെട്ടിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് മക്കക്കാർ ഞങ്ങളോട്, ഇസ്ലാമിക സമൂഹത്തോട്, ആരംഭ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഇസ്ലാമിക ഉമ്മത്തിനോടും ഇസ്ലാമിന്റെ ആദ്യകാലം തൊട്ട് ഇന്നോളം നിങ്ങൾ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകൾക്കും കൃത്യമായി കണക്ക് തീർക്കുന്ന ഒരു ദിവസം തന്നെയാണ്, കാത്തിരുന്നോളൂ എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം മുഴക്കുന്ന ഒരു പദപ്രയോഗമാണ് ഹാദാ യൗമുൽ മൽഹമ. ഇത് കേട്ടപാട് അബൂ സുഫിയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ സന്ദേശം എത്തിച്ചു. നിങ്ങൾ മക്കക്കാരെ വെട്ടിനുറുക്കാനാണല്ലേ വന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല. വെട്ടിനുറുക്കലോ കീഴടക്കലോ കൊന്നുകളയലോ യുദ്ധം സൃഷ്ടിക്കലോ രക്തരൂഷിതമായിട്ട് ഒരു സംഭവമോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അബൂ സുഫിയാൻ പറഞ്ഞതോ, അപ്പൊ നിങ്ങളുടെ നേതാവ് സഅദ് ബിൻ ഉബാദ ആണല്ലോ പറഞ്ഞത് ഹാദാ യൗമുൽ മൽഹമ, ഇതൊരു ഇറച്ചിവെട്ടിന്റെ ദിവസമാണ് എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ബൽ ഹാദാ യൗമുൽ മർഹമ, ഇത് മൽഹമയുടെ ദിവസമല്ല, ഇത് ഇറച്ചിവെട്ടിന്റെ ദിവസമല്ല, ഇത് കാരുണ്യം പെയ്തിറങ്ങുന്ന സ്നേഹവും അതുപോലെ മാപ്പും ദയാവായ്പും സ്നേഹാനുകമ്പയും എല്ലാം നിറയുന്ന ദിവസമാണ് യൗമുൽ മർഹമയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി യൗമുൽ മൽഹമ എന്ന് പ്രയോഗിച്ചത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. അത് കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിച്ചു എന്ന് മാത്രമല്ല, ഈ സഅദ് റളിയല്ലാഹു അൻഹുവെ വിളിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിച്ചു, അല്ല സഅദ് റളിയല്ലാഹു അൻഹുവെ, നിങ്ങൾ എങ്ങനെ പറഞ്ഞു അബൂ സുഫിയാനോട് യൗമുൽ മൽഹമയാണെന്ന് പറഞ്ഞു? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ശരിയല്ല, നിങ്ങളാ പറഞ്ഞത്, ഇത് യൗമുൽ മൽഹമയല്ല, യൗമുൽ മർഹമയായിട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ പദപ്രയോഗം ഒരൽപ്പം അതിരുകടന്നുപോയി എന്ന് പറയുക മാത്രമല്ല, സഅദ് റളിയല്ലാഹു അൻഹുവെ സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷം അദ്ദേഹം സഅദ് റളിയല്ലാഹു അൻഹു ഒരു ബറ്റാലിയന്റെ, ഒരു ട്രൂപ്പിന്റെ ലീഡറാണ്, ഒരു സൈനിക പദവി എന്ന് പറഞ്ഞാൽ ഒരു കെത്തീബത്തിന്റെ, ഒരു സൈനിക ബാച്ചിന്റെ, ഒരു ബറ്റാലിയന്റെ നേതാവായിരുന്നു അതുവരെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളെ ഈ സ്ഥാനത്തിന് തൽക്കാലം നീക്കുക. പ്രതിപക്ഷത്തിന്റെ നേതാവായ അബൂ സുഫിയാൻ എന്നവരോട് നിങ്ങൾ കാണിച്ച ഈ ഒരു സ്വഭാവ പെരുമാറ്റത്തിൽ നമ്മൾ അസംതൃപ്തരാണ്. അതുകൊണ്ട് അങ്ങയെ തൽക്കാലം ഈ പദവിയിൽ നിന്ന് മാറ്റിയിട്ട് അങ്ങയുടെ പുത്രൻ ഖൈസ് ബിൻ സഅദ് ബിൻ ഉബാദയെ
സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ ഖൈസിനെ തലസ്ഥാനം ഏൽപ്പിക്കുകയാണ്. പിതാവിനെ മാറ്റിയിട്ട് പകരം ഏൽപ്പിക്കുന്നു മകനെ. എന്തുകൊണ്ടാണ് പിതാവിന് സ്ഥാനചലനം സംഭവിക്കുന്നത്? പ്രതിപക്ഷത്തെ നയിക്കുന്ന നേതാവിനോട് അല്പം മര്യാദ കുറഞ്ഞ വാക്കിൽ സംസാരിച്ചു പോയോ എന്നതുകൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തിയുള്ള സന്ദർഭത്തിലാണ് ഈ പൊറുക്കുന്നത്. അല്ലാഹുവിൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കുമ്പോൾ എന്തും ചെയ്യാമായിരുന്നു, മക്കക്കാരെ വെട്ടി നുറുക്കാമായിരുന്നു. പക്ഷേ പുണ്യനബി പറഞ്ഞതോ ലാ തസ്രീബ അലൈക്കുമുൽ യൗം വഅൻതുമുൽ അഹ്റാർ, നിങ്ങൾ സ്വതന്ത്രരാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പണ്ട് മിസ്രിന്റെ രാജാവായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഒച്ചാനിച്ച് നിൽക്കുന്ന എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ എല്ലാം കീഴടങ്ങി എല്ലാ തെറ്റുകളും സമ്മതിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന സഹോദരങ്ങളോട് തന്റെ വണ്ടിൽ കിണറ്റിലെറിഞ്ഞുകൊണ്ട് യൂസുഫിനെ ചെന്നായി പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞവരോട്, ബിന്യാമീൻ അളവ് പാത്രം കട്ടവനാണ്, അവൻ കട്ടവനെങ്കിൽ മുമ്പ് അവന്റെ മറ്റൊരു സഹോദരനും കട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാവിധ അസംബന്ധങ്ങളും ചെയ്ത സ്വന്തം സഹോദരങ്ങളോട് യൂസുഫ് നബി പറഞ്ഞത് ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ഇന്ന് ഒരു വിധത്തിലുള്ള പ്രതികാരവുമില്ല. ആക്രമിച്ചവരോട് പൊറുക്കാൻ കാണിച്ച യൂസുഫ് നബി പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് പുണ്യനബി പറയാം. കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തം സഹോദരങ്ങളോട് പറഞ്ഞ വാക്കാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് പ്രതികാരമില്ല, പ്രതികാര നടപടികളിലേക്ക് പോകുന്നില്ല. എല്ലാവർക്കും മാപ്പ്, എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവിടുത്തെ സ്വഭാവ മഹാത്മ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന്റെ ലീന് റിഫ് എന്ന ഈ രണ്ട് ഗുണങ്ങൾ മാത്രമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എത്ര സ്വഭാവങ്ങൾ പറയണം, നമുക്ക് സമയം ഇല്ല, അതിനൊന്നും തികയില്ല എന്ന് എനിക്കറിയാം. പറഞ്ഞു വന്നപ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങളിലേക്ക് കൂടെ വിരൽ ചൂണ്ടേണ്ടി വന്നു എന്ന് മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, നമ്മൾ പൊതുവെ സ്വഭാവം എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സ്വഭാവം അതാണല്ലോ. ആ സ്വഭാവത്തിൽ ഒരുപാട് ഭാവങ്ങളുണ്ട് സ്വഭാവത്തിന്. റസൂലുള്ളാഹിന്റെ ഖുലുഖ് പറയുമ്പോൾ നബിതങ്ങളുടെ ഖളബ് വരെ പറയണതിൽ ശരിക്കും അതിന്റെ സമഗ്രത പ്രകാരം. നബിതങ്ങൾ ദേഷ്യം പിടിച്ചോ, എന്തിന്, എപ്പോ, ഏതെല്ലാം കാര്യങ്ങൾക്ക്, ആർക്കു വേണ്ടി, അതും പറയണം. പക്ഷെ നമുക്ക് അത്ര സമഗ്രമായിട്ട് വിഷയത്തെ സമീപിക്കാൻ സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ 9:52 10 മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇപ്പൊ ഈ മൈക്ക് റിലീസ് ചെയ്തുകൊണ്ട് പരിപാടിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ തുടർച്ച ഉസ്താദ് അനുവദിക്കുന്ന പക്ഷം, അഡ്മിൻസ് അനുവദിക്കുന്ന പക്ഷം, സമയ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം മറ്റൊരു ദിവസത്തിൽ നമുക്കാകാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഒരു 10 മിനിറ്റിനകം ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യും, അല്ലാതെ നിവൃത്തിയില്ല എന്നതുകൊണ്ട് മാത്രം. ഒരുപാട് ചരിത്രത്തിൽ കാണാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആറാബി വന്നുകൊണ്ട് മൂത്രമൊഴിച്ചല്ലോ, പള്ളിയിലാണ്. ബാല ആറാബിയും ഫി മസ്ജിദ് റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരു ആറാബി മൂത്രമൊഴിച്ചു പോയപ്പോൾ സഹാബത്തിന് സഹിക്കാൻ പറ്റിയില്ല. അവരെല്ലാം കൂടി അദ്ദേഹത്തിന്റെ പിറകിൽ കൂടാൻ നോക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ, നിർത്ത്, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഇടങ്ങാറാക്കല്ലേ, അദ്ദേഹം ഓടിക്കട്ടെ. കാരണം നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ ഇടങ്ങാറാക്കിയാൽ ആകെ ഓടിപ്പാത്ത് നടന്നു പാത്തുണ്ടാവുക, അതുകൊണ്ട് ഒരാളെ ബുദ്ധിമുട്ടാക്കരുത്. കൊച്ചുകുട്ടിയല്ല, ബാല അറാബി എന്ന് പറഞ്ഞത് സബിയു എന്നല്ല പറഞ്ഞത്, കൊച്ചുകുട്ടിയല്ലത്, വലിയൊരു മുത്തം മനുഷ്യൻ. നമ്മളെ പച്ച മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ഒരു മുത്തം മനുഷ്യൻ വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിക്കുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുന്നില്ല. അത് മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ സംഭവിച്ചു പോയതാണെന്ന് അറിയാൻ മനസ്സിലാക്കാനുള്ള വിശാലത എവിടേക്ക് ഉണ്ടാവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു മൂത്രമൊഴിച്ചോട്ടെ, നിങ്ങൾ വിഷമിപ്പിക്കണം. അത് കഴിഞ്ഞ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളത്തിന്റെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. സഹാബത്തിനോട് അത് ക്ലീൻ ആക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവിൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടും കാണിക്കുന്ന സ്വഭാവത്തിന്റെ മഹാത്മ്യമാണത്. അതാണ് ഒരു ഉറുദു കവി റസൂലുള്ളാഹിന്റെ ജീവിത സ്വഭാവങ്ങളെ വിശേഷിപ്പിക്കുന്നിടത്തൊരിടത്ത് പറഞ്ഞത്, ദുഷ്മൻ സെന ബദലാലിയ ഹസ്രത്തിന് കബീബി, ശത്രുവിനോട് പോലും അല്ലാഹുവിന്റെ റസൂൽ പ്രതികാരമെടുത്തില്ല. ഗർമാറാബി തോ അഖ്ലാഖ് കെ തൽവാർ സേ മാറാ, ആരെയെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ അടിച്ചു എന്നുണ്ടെങ്കിൽ സ്വഭാവത്തിന്റെ ഘടകം കൊണ്ടാണത്. സൽ സ്വഭാവം എന്ന വജ്രായുധമാണ് നബിതങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം. എതിരാളികളെ കീഴടക്കിയത് സ്നേഹം കൊണ്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ മക്കം ഫത്ത്. ആർണോൾഡ് ടോയംബി മക്കം ഫത്തിന്റെ ചരിത്രത്തെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, thousands of rivers of kindness were overflowing from the heart of Muhammad on that day while he declared today there is no revenge. ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ലെന്ന് പറയുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് നബി എന്ന മഹാനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് 1000 സ്നേഹത്തിന്റെ പുഴകളാണ് അന്ന് മാനവിക സമൂഹത്തിലേക്ക്, മനുഷ്യരാശിയുടെ ചരിത്രത്തിലേക്ക് അന്ന് ഒന്നിച്ചൊഴുകി പരന്നത്. സ്നേഹം മണപൊട്ടി ഒഴുകിയ ദിവസം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും അതാണ്. ശക്തൻ ലൈസൽ ഖവിയ്യു ബിസ്സുറ, ഗുസ്തി പിടിച്ചുകൊണ്ട് മൽപ്പിടുത്തം നടത്തി ആളുകളെ വീഴ്ത്തുന്നവനല്ല, ആളുകളെ തറപറ്റിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ. ഇന്നമ ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുമ്പോൾ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, ക്ഷമ പാലിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ ശക്തൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഭാവങ്ങളെ പുനർനിർണയിച്ചു, അതല്ലെങ്കിൽ പുനർനിർവചിച്ചു. അവിടുത്തെ ജീവിതത്തിന്റെ മഹാത്മ്യത്തിലൂടെ കാണിച്ചു തന്നു നമുക്കല്ല.
പള്ളി ഫാത്തിഹ സംഭവത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ മുദ്രാവാക്യം. പറയാൻ എന്നതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ പകർത്താനാണ് ഈ മുദ്രാവാക്യത്തിന്റെ സൗന്ദര്യം. യസ്സിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. യസ്സിറു, നിങ്ങൾ എളുപ്പാക്കിക്കോളൂ, നിങ്ങൾ ആളുകൾക്ക് എളുപ്പം കൊടുക്കുക. വലാ തുഅസ്സിറു, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കരുത്. വബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തരുത്. വബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ എല്ലാവർക്കും സന്തോഷം കൊടുക്കുക, ആരെയും വെറുപ്പിക്കരുത്. ഞാൻ എല്ലാ പരിപാടി എൻ്റെ ക്ലാസ് ചുരുക്കുകയാണ്. വബശ്ശിറു വലാ തുനഫിറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അങ്ങനെയാ പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങളിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം, റഹ്മത്ത്, അവിടുത്തെ സ്നേഹം, അവിടുത്തെ വിട്ടുവീഴ്ചാ മനോഭാവം, അവിടുത്തെ വിനയം, സ്വഭാവത്തിന്റെ ഏതേതു തലങ്ങളിലൂടെ നമ്മൾ പറയാൻ നോക്കിയാലും അത് തീരാത്തൊരു വിഷയം. മയ്യംനായിക്കോവിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ, ഒരു വരത്തറയിൽ ഉറങ്ങുമ്പോൾ ഒരു അറാബി വന്നുകൊണ്ട് നബിതങ്ങളുടെ വാള് കൈക്കലാക്കിയിട്ട് ഉറക്കിൽ നിന്ന് ഉണർന്ന നബിതങ്ങളോട് ചോദിക്കുന്നത്, മയ്യംനായിക്കബിന്നി, ഞാനിപ്പോ നിന്നെ കൊന്നുകളയാൻ പോവാ, നിന്നെ ആര് തടയും, ആര് നിന്നെ സംരക്ഷിക്കും? അള്ളാഹു ഹബീബ് അള്ളാഹു യംനാവിനി, പടച്ചനാഥൻ എന്നെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് പറയാം. അടുത്ത നിമിഷങ്ങളിൽ സംഭവിക്കുന്നതോ ഈ അറാബിയുടെ കൈകളിൽ നിന്ന് വാള് താഴെ വീണു. അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചെടുക്കുന്നു വാൾ, ചോദിക്കുന്നു, മയ്യംനായിക്കബിന്നി, നിന്നെ ആര് സംരക്ഷിക്കും? തൊട്ടു മുമ്പ് തന്നോട് ചോദിച്ച അതേ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറാബിയോട് തിരിച്ചു ചോദിക്കാൻ, നിന്നെ ആര് സംരക്ഷിക്കും? പേടിച്ച് അരണ്ടുപോയ അറാബിയുടെ കൈകളിൽ നിന്ന് വാള് താഴെ വീണപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആ വാള് കയ്യിലെടുത്തുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നത്, അവനെ വിടുക, വെറുതെ വിടുക. ആ സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെറുത്തു കൊണ്ടുവരുമെന്ന് വീരസ്യം പറഞ്ഞു പോയ ആ സഹോദരൻ തിരിച്ചു വരുന്നത്, ജിത്തുകുമ്മൻ എന്തി ഖൈരിന്നാസ്, ഏറ്റവും നല്ല ഉജ്ജ്വലമായ സ്വഭാവത്തിന്റെ ഉടമയിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന്റെ മഹാത്മ്യം. ഇനി അവിടുത്തെ വിനയം അതൊരു വിഷയമാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ സംഭവങ്ങൾ, നൂറുകണക്കിന് സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് വിനയത്തോടുകൂടി മാത്രമാണ് പെരുമാറിയത്. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ എന്തോ പറയാൻ വേണ്ടി വന്നപ്പോൾ കാലുകൾ വല്ലാതെ വിറച്ചുപോയി. നബിതങ്ങളുടെ ഗാംഭീര്യം, നബിതങ്ങളുടെ മുഖം നോക്കുമ്പോൾ പേടിച്ചുപോയി. ഇതൊരു പറയാനുള്ള ഒരു പേടി പോലെ. അങ്ങനെ ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങൾക്കൊക്കെ, മുസ്ലിംമാരോട് ഉസ്താദ്മാരോട് സംസാരിക്കാൻ തന്നെ, ഹബീബിനോട് സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ, അത് ബഹുമാനം കലർന്ന ഒരു തരം പേടിയൊക്കെ. അള്ളാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ എന്തിനെന്നെ എന്നെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വിറക്കണ്ട. ഞാനൊരു രാജാവായിട്ടല്ല, ഒരു രാജകീയ പ്രൗഢിയിലല്ല നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കാഞ്ഞുലർന്ന കാരക്കയും ഉണക്ക റൊട്ടിയും തിന്നു വളർന്ന പാവപ്പെട്ട ആമിനാന്റെ മകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ വളരെ സിമ്പിളായി അവരിൽ ഒരാളായി അവരിലേക്ക് വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവി ഉണ്ടാക്കുന്ന രംഗം ചരിത്രത്തിൽ പറയുന്നുണ്ട്. മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നപ്പോൾ ആദ്യത്തെ പള്ളി നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ എല്ലാവരും പണിയേൽപ്പിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഒരു പന്തലിൽ ഇരുന്നു കൊണ്ട് സുഖശീതലിമയാർന്ന ഒരു ഇടത്തിരുന്നു കൊണ്ട് നിങ്ങളൊക്കെ പണിയെടുത്തോളൂ, ഞാൻ ഇരിക്കാന്ന് പറയല്ല. അള്ളാഹുവിന്റെ റസൂൽ അവരിൽ ഒരാളായി പോയി, അവരിൽ ഒരാളെപ്പോലെ എന്നതിൽ കവിഞ്ഞ് അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവർ ഏറ്റെടുത്ത ഡ്യൂട്ടികളെക്കാൾ പ്രയാസമുള്ളതാണ്. ചരിത്രം പറയുന്നുണ്ട്, പല ആളുകൾക്കും പല ഡ്യൂട്ടിയാണ്. പള്ളി ഉണ്ടാക്കുന്നതിന്റെ ഭാഗത്തെ ആ വിഷയത്തിലുള്ള കോൺട്രിബ്യൂഷൻസിൽ നബിസ്വല്ലല്ലാഹു ഏറ്റെടുക്കുന്നത് എന്താ? താഴ്ഭാഗത്ത് നിന്ന് ഉയർന്ന ഭാഗത്തേക്ക് കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുവരേണ്ട പണിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് കൂട്ടത്തിൽ ഏറ്റവും ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കുക. ഖന്തത്തിന്റെ വേളയിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴിക്കട മാന്തടാന്ന് ഓർഡർ ഇട്ട് നിൽക്കല്ല അള്ളാഹുവിന്റെ റസൂൽ അവരിൽ ഒരാളെ പോലെ. എന്ന് മാത്രമല്ല, ചില സഹാബിമാർക്കൊക്കെ ആഞ്ഞ് വെട്ടിയിട്ട് അതല്ലെങ്കിൽ അവർ ആഞ്ഞ് മേടിയിട്ട് പൊളിയാത്ത കല്ലുകൾ കാണുമ്പോൾ റസൂലുള്ളാഹിനെ വിളിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഞങ്ങൾ കുറെ ആഞ്ഞു നോക്കി, പക്ഷെ പൊട്ടുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിക്കുമ്പോൾ കൂട്ടുകയാണ്. അപ്പൊ അവരിൽ ഒരാളെ പോലെ അള്ളാഹുവിന്റെ ഹബീബ് അവർക്കൊപ്പം ജീവിക്കുകയാണ്. മുന്നിൽ നിന്നുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിനെ നയിക്കുന്നത്. അതല്ലാതെ ഐഡിയ കൂടെ അതല്ലെങ്കിൽ തന്ത്രത്തു കൂടെ അനുയായികളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നേതാവ് സുഖമായിരിക്കുകയല്ല. മസ്ജിദിന്റെ നിർമ്മാണ വേളയിൽ എവിടെ നിന്ന് പറഞ്ഞ ഒരു വാക്ക്, സുന്ദരമായ സംഗീതം പോലെ ഇപ്പോഴും ആ വാക്കുകൾ നിലനിൽപ്പുണ്ട്. ഇപ്പോഴും പറയും, ചരിത്രം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബ് പറയാം, എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ ഹബീബ് അവർക്കൊപ്പം അവരിൽ ഒരാളെ പോലെ പണിയെടുക്കുമ്പോൾ അൻസാരികൾ പാടുക, മുഹാജിരികൾ പാടുക, ലൈൻ ഖാദന വന്നബിയു യഅമലു ലദാക മിന്നൽ അമലുൽ മുളല്ലിലു. ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പള്ളിയിൽ വന്നപ്പോൾ റസൂലുള്ളാഹി നുഖാമത്തൻ ഫിൽ മസ്ജിദ് ഹദീസിൽ കാണാം. ഒരു കഫം, ചീരാപ്പ് എന്ന് പറയും മലപ്പുറം ഭാഷയിൽ. കഫം നമ്മളെ ഈ കഫം, ആ കഫത്തിന്റെ ഒരു ഭാഗം ഉണങ്ങി കടിച്ച് കണ്ടു എന്ന പള്ളിയിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പാഠമാണ്. നമ്മളൊക്കെ പള്ളിയിലോ ബാത്റൂമിലോ ഒക്കെ പോകുമ്പോൾ അവിടെ പിന്നെ തണ്ടാസിലോ അതല്ലെങ്കിൽ ബാത്റൂമിന്റെ ഇതിവിടെയൊക്കെ നമ്മൾ വൃത്തികെട്ട ഭാഗങ്ങൾ, വൃത്തിയില്ലാത്ത ഭാഗങ്ങളിൽ കപ്പോ
വെള്ളം കോരുന്ന പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കാണാത്ത പോലെ അതല്ലെങ്കിൽ കണ്ടെങ്കിൽ തന്നെ അതിന്റെ മേലെ മൂത്രവെച്ചിട്ട് പോരും നമ്മൾ. അതല്ലെങ്കിൽ പള്ളിയിലെ മുക്രിയുടെ പള്ളിയിലെ മുഅദ്ദിനോടെ വെള്ളം കോരിയോടെ അത് അന്വേഷിക്കും. അവർ ചെയ്യേണ്ടതാണ്, അവരല്ലേ അതിന് ശമ്പളം വാങ്ങുന്നത്, ഞാനല്ലല്ലോ, അത് അവരുടെ ഡ്യൂട്ടിയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ തെരഞ്ഞിട്ട് ഉസ്താദിനെ പിടിച്ചു എന്ന് കയ്യൊങ്കി ചെവി കൂട്ടി പിടിച്ചെന്ന് കൊണ്ടത് കാണിച്ചു കൊടുക്കാനാണ് നമ്മൾ പല ആളുകളും എന്താ പറയാ നമ്മുടെ ഒരു ത്വര ഉണ്ടാവുക. ആരംഭ ഹബീബിന്റെ മാതൃക നമുക്ക് മാതൃകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഹക്കഹു ബിസ്ബഹി ഷരീഫ്, അവിടുത്തെ തിരുവിരൽ കൊണ്ട് പള്ളിയിൽ കണ്ട ആ ഉണങ്ങിയ കപാവശിഷ്ടത്തെ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ തിരുവിരൽ കൊണ്ട് വടിച്ചെടുത്ത് ശുദ്ധിയാക്കിയിരുന്നു. ലൗലാക്കലമാ ഖലഖത്തുൽ ഫലാത്തി എന്ന് പറയപ്പെട്ട നബി, പ്രപഞ്ചഗോളങ്ങളെ അണ്ടകടാഹങ്ങളെ പടക്കപ്പെടാൻ കാരണഭൂജാതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തിരുനബി ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെയോ ഏതോ ഒരു അജ്ഞാതന്റെ, തങ്ങൾ ആരുടേതാണെന്ന് അറിയില്ലല്ലോ, ആ റുഹാമത്താണ് അവിടുത്തെ തിരുകരം കൊണ്ട് തിരുവിരൽ കൊണ്ട് വടിച്ച് വൃത്തിയാക്കുന്നത്. അവിടുത്തെ തവാളുവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ നമ്മളൊക്കെ തന്നെ വീട്ടിലെത്തുമ്പോൾ വേറെ ഒരു മുഖമാണ്. ജനങ്ങൾക്കിടയിൽ നല്ല വെള്ള ചമയുന്നവർക്ക് വീട്ടിലെത്തുമ്പോൾ പലപ്പോഴും ക്രൂരമുഖങ്ങളാണ്. അതുകൊണ്ട് പിന്നെ ഹബീബ് പറഞ്ഞു, ഖിയാറുക്കും നിസായിക്കും, സ്വന്തം ഭാര്യമാരോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവൻ ആരോ അവനാണ് ഏറ്റവും നല്ലവൻ. നാട്ടുകാരോട് പള്ളിയിലെത്തുമ്പോൾ മദ്രസയിലെത്തുമ്പോൾ കമ്മിറ്റിയിൽ വരുമ്പോൾ അതല്ലെങ്കിൽ പൊതുപരിപാടികളിൽ വരുമ്പോൾ നല്ലവനായിട്ട് പെരുമാറുന്നവൻ വീട്ടിലെത്തുമ്പോൾ ഭാര്യയോട് മക്കളോട് ക്രൂര സ്വഭാവത്തിൽ പെരുമാറുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെപ്പറ്റി സംതൃപ്തനല്ല. പറയുന്നത് എന്താ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ആരംഭ ഹബീബിന് പറയാനുള്ള അവകാശമുണ്ട്. വീട്ടിലെത്തുമ്പോൾ കാനഫി ഖിദ്മത്തി അഹ്ലിഹി ഹദീസ് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തുമ്പോൾ വീട്ടുകാരെ സേവിക്കുന്നതിൽ വ്യാപൃതരാകും. എന്ന് പറഞ്ഞാൽ തങ്ങൾ സ്വന്തം വസ്ത്രം കഴുകും, വീട് വൃത്തിയാക്കും. ഇന്ന് വീട് വൃത്തിയാക്കും എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് വല്ലാത്തൊരു, വീടടിച്ചു വരിക ആണുങ്ങളോ എന്ന് പറഞ്ഞിട്ട് അതൊരു വല്ലാത്തൊരു മോശപ്പെട്ടൊരു സംഗതി പോലെ. അതൊക്കെ പെണ്ണുങ്ങളുടെ മാത്രം ഡ്യൂട്ടിയായിട്ട് അവരുടെ ജന്മ എന്താ പറയാ ബാധ്യതയായിട്ട് കണ്ടിരിക്കുക. ആണുങ്ങൾക്കൊന്നും പാടില്ല. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ കറക്കും, വീട്ടിൽ വീട് അടിച്ചു വൃത്തിയാക്കും, വസ്ത്രങ്ങൾ വൃത്തിയാക്കും, ഭക്ഷണങ്ങൾ ഉണ്ടാക്കും, സഹായിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തവാദു അത്രയും വലുതാണ്. ആരംഭ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ മഹാത്മ്യങ്ങൾ പറയാൻ നിൽക്കുമ്പോൾ പുലരുവോളം പറഞ്ഞാലും ഏതെങ്കിലും ഒരു സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം പോലും പറഞ്ഞെത്തിക്കാൻ നമുക്ക് സാധ്യമല്ല. സമയം 10 മണി കഴിഞ്ഞു. ഞാനിപ്പോൾ പങ്കെടുക്കേണ്ട പരിപാടിയുടെ സംഘാടകർ നിരന്തരം ടെലിഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒരു പ്രവാചക പ്രകീർത്തനത്തിന്റെ സദസ്സാണ് എന്ന വസ്തുത നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാന്യനായ നൂർഫൈസി ഉസ്താദ് അടക്കമുള്ളവർ തൽക്കാലം എനിക്ക് ഇപ്പോൾ മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ലീവ് ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് ഇതുപോലെ പ്രവാചക പ്രകീർത്തനത്തിന്റെ ഭാഗങ്ങൾ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹാത്മ്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.